ഹലോ. ഇന്നത്തെ സ്റ്റഡി വ്ലോഗിൽ കൂടുതലായിട്ടും SBI ക്ലർക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് 20-ാം തീയതിയാണ് എക്സാം, രണ്ടാമത്തെ ഷിഫ്റ്റാണ് കേട്ടോ. 3 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്, 20, 21, 27. അപ്പം നിങ്ങൾക്കിതിൽ ഏത് ദിവസമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് ഗൈഡ്ലിയിലാണ് മോക്ക് ടെസ്റ്റ് എടുക്കുന്നത്. ഇത് 12ാമത്തെ മോക്ക് ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം മോഡറേറ്റ് ലെവലിലുള്ളൊരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോറാണ് ഈ കാണുന്നത്. എൻ്റെ അറ്റംപ്റ്റ് ഇതിൽ 72 ആയിരുന്നു. 7 എണ്ണം ഇൻകറക്റ്റായി. കറക്റ്റായിട്ടുള്ള 65. പിന്നെ സ്കോർ നോക്കുകയാണെങ്കിൽ 63.25. ഈ ഒരു സ്കോറിൽ ശരിക്കും എനിക്ക് ടെൻഷനൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൈഡ്ലിയിൽ നമുക്ക് റിയൽ എക്സാമിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ വലിയ പാടെന്നല്ല, കുറച്ച് ലെങ്തി പോലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും റിയൽ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും പാടില്ല. അതിപ്പോൾ ഏത് മോക്ക് ടെസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ റിയൽ എക്സാമിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നത്. റിയൽ എക്സാമിന് പോകുമ്പോൾ നമുക്ക് അത്രയും ടഫായിട്ട് തോന്നില്ല. ഓക്കെ. അപ്പോൾ എനിക്കിതിൽ 7 ഇൻകറക്റ്റും വന്നത് ഇംഗ്ലീഷിലാണ് കേട്ടോ. ഇംഗ്ലീഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്നത്. എത്ര കറക്റ്റാണെന്ന് വിചാരിച്ച് കൊടുത്തിരുന്നാലും ലാസ്റ്റ് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്തവണ എനിക്ക് 7 എണ്ണം, അത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ശരിക്കും 4, 5 എന്തായാലും എനിക്ക് ഇൻകറക്റ്റ് ആവാറുണ്ട്. 4, 5 എൻ്റെ യൂഷ്വൽ ഇൻകറക്റ്റ് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ ഇത്തവണ 7 ഇൻകറക്റ്റായി. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങിലും രണ്ടും ഇൻകറക്റ്റ് ഒന്നും ആയിട്ടില്ല. റീസണിങ് നോക്കുകയാണെങ്കിൽ ഒരു പസിൽ മാത്രം എനിക്ക് കിട്ടിയില്ല കേട്ടോ. കിട്ടാത്തല്ല, സമയം കിട്ടിയില്ല. ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പസിൽ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ അനാലിസിസ്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അനാലിസിസ് ചെയ്യും. നമ്മളെപ്പോഴും മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അനാലിസിസ് ചെയ്യേണ്ടത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിന് ഒരു നോട്ട്ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്, നമുക്ക് ഇംഗ്ലീഷിൽ കുറേ റൂൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, പിന്നീട് എന്നിട്ട് വായിക്കും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെത് റോങ് ആയിട്ടുള്ളതൊക്കെ ഇതുപോലെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റീസണിങ്ങും കോണ്ടൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസേഴ്സ് ആയതുകൊണ്ട് അതങ്ങനെ എഴുതാറില്ല. എങ്കിലും ചില ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാത്തതുണ്ടല്ലോ. നമുക്ക് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് ചെയ്ത് നോക്കാൻ വേണ്ടി എഴുതി വെക്കാറുണ്ട്. കോണ്ടിലായാലും പ്രോബബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഈ പ്രോബബിലിറ്റിയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ ഇരുന്ന് അനാലിസിസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും നോക്കാറുണ്ട്. ശരിക്കും ഇത് ഈ ക്ലർക്ക് ലെവലിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് സമയത്തിൻ്റെ ആ ഒരു പരിമിതി മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ക്ലർക്കിൻ്റെ എല്ലാം നമുക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ ആൻസേഴ്സ് കിട്ടും. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റോറിയലാണ് വായിക്കുന്നത്. ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലാണ് കേട്ടോ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 എഡിറ്റോറിയൽ വായിക്കും. ഒരുപാടൊന്നും വായിക്കാൻ നിൽക്കില്ല, കാരണം ഒത്തിരി സമയം പോകുന്നുള്ളതുകൊണ്ട് ഒരു 2 എഡിറ്റോറിയലൊക്കെ ഞാൻ വായിക്കുകയുള്ളൂ. പിന്നെ ശരിക്കും ഒരു എഡിറ്റോറിയൽ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ വായിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ വായിക്കുമ്പോഴായാലും ചിലതൊന്നും നമുക്കിങ്ങനെ വായിച്ച് തീർന്നു കഴിയുമ്പോഴായിരിക്കും, തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വായിച്ചതെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് വായിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് കിട്ടാത്ത വേർഡ്സും അതുമല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു എഡിറ്റോറിയലിനകത്തുണ്ട്. നമ്മളിലെ അല്ലാതെ വേറെ ന്യൂസൊക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം എഡിഷനിലുള്ള ന്യൂസ് പേപ്പറാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ലോക്കൽ ന്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം മനസ്സിലാവും. എഡിറ്റോറിയൽ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി പാടാണ്. എന്നാലും ഞാനൊരു 2 എഡിറ്റോറിയലൊക്കെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കാബുലറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത വേർഡ്സ്, അതൊക്കെ അതിൻ്റെ സിനോണിംസ്, ആൻറ്റോണിംസ്, അതൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ നിമിഷ ബെൻസാൽ മാമിൻ്റെ വീഡിയോയിൽ ഞാൻ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഇതാണ് പഠിക്കുന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഓഗസ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇനിയിപ്പോൾ IPS POയുടെ പ്രിലിംസൊക്കെ കഴിഞ്ഞിട്ട് മെയിൻസ് അടുത്ത മാസം എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ക്ലിയർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയിൻസിന് ക്വാളിഫൈ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് മന്തിലാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ഇത് PO മെയിൻസിന് വേണ്ടി മാത്രമല്ല, ഇനി നമുക്ക് IPS ക്ലർക്കിനും SBI ക്ലർക്കിനും ഒക്കെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് യൂസ് ആവും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓഗസ്റ്റ് മന്തിലാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട്
വൈകിട്ടാണ് പഠിക്കാൻ വേണ്ടിയിരുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, വീട്ടിലെ ജോലി കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് എന്തൊക്കെയാണ് പഠിക്കുന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ട്. അതും SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് മോക്കാണ്. ഗൈഡ്ലിയിൽ 13ാമത്തെ മോക്ക് ടെസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 59.25 ശരിക്കും ഇതിൽ അറ്റംപ്റ്റ് 68 അറ്റംപ്റ്റ്. ഇതിലും ഇൻകറക്റ്റ് 7 എണ്ണമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരിക്കലും നമ്മുടെ മോക്കിൻ്റെ മാർക്ക് കണ്ടിട്ട് നമ്മൾ വിഷമിക്കണ്ട. കാരണം ചില മോക്ക് ടെസ്റ്റ് മോഡറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളതിൻ്റെ പെർസെൻറ്റേജിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ 85.37% കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു 70% അതിന് മുകളിൽ 70 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പേടിക്കുക വേണ്ട. കാരണം നിങ്ങൾ ഓക്കെയാണ്, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിയൽ എക്സാമിന് പോകുമ്പോൾ ഒരിക്കലും ഇത്രയും ടഫായിട്ടൊന്നും അല്ല ചോദിക്കണത്. ഈ ഒരു ഗൈഡ്ലിയുടെ കോണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടഫാണ് കേട്ടോ. ഇംഗ്ലീഷും അതുപോലെ തന്നെ ടഫ് മീൻസ് ലെങ്തി ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇംഗ്ലീഷും കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. ചില ഇംഗ്ലീഷ് സെക്ഷൻ എളുപ്പമായിരിക്കും കേട്ടോ, ചിലത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇംഗ്ലീഷ് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലത് നമുക്ക് മീനിങ് പോലും അറിയാൻ പറ്റാത്ത വേർഡ്സൊക്കെ ആയിരിക്കും ഓപ്ഷൻസിൽ കൊടുത്തേക്കണത് ഇംഗ്ലീഷിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു അനാലിസിസ് എടുത്തു. അപ്പോൾ ഈ ഒരു 2 മോക്ക് ടെസ്റ്റിലും ഇംഗ്ലീഷ് സെക്ഷൻ എനിക്ക് നല്ല റോങ് വന്നത് കാരണം എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു സെക്ഷണൽ മോക്കും കൂടെ എടുത്തു കേട്ടോ. സെയിം SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ തന്നെ ഒരു സെക്ഷണൽ മോക്ക് എടുത്തു. ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ഇംഗ്ലീഷ് സെക്ഷണൽ മോക്കാണ്. അപ്പോൾ ഞാൻ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, എനിക്ക് കുറച്ചൊന്ന് സമാധാനമായി. വലിയ ഒത്തിരി മാർക്കെന്നല്ല എങ്കിലും നേരത്തേക്കാൾ കുറച്ചുകൂടി ഒന്ന് സമാധാനമായി ഈ ഒരു സ്കോർ കണ്ടപ്പോഴത്തേക്കും. ഇതിൽ എനിക്ക് 26 അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ മോക്കിൽ മാത്രം ഞാൻ റൈറ്റ് ആയിട്ടുള്ളതും റോങ് ആയിട്ടുള്ളത് എല്ലാം ഞാൻ ഒന്നും കൂടെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ വീണ്ടും ഞാൻ അനാലിസിസ് സമയത്ത് ആ ഒരു കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ആ ഒരു ഓപ്ഷൻ സൊല്യൂഷൻ്റെ അവിടെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് ഇത്രേ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.